الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. വളരെ കാര്യപ്പെട്ട ഒരു കിതാബ്. ഇന്ന് ഇത് തബാഅ് തീർന്നു പോയത് കാരണത്താൽ കിട്ടാൻ പ്രയാസം. കാരണം അന്വേഷിക്കേണ്ട കേന്ദ്രങ്ങളൊക്കെ അന്വേഷിച്ചു. ഏത് വന്നിട്ടുണ്ടോ? ഇത് കിതാബ് ഉണ്ടാക്കാനുള്ള കാരണം പറഞ്ഞത്, ഇപ്പം എല്ലാവരും തരീക്കത്തുകാരാ, ഭയങ്കര തരീക്കത്താണ്. ഇപ്പം പഴയകാലത്ത് അപൂർവമായ ആർക്കെങ്കിലും ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം പരക്കെ തരീക്കത്താണ്. എൻ്റെ തരീക്കത്ത് കൊണ്ടുള്ള പണി എന്താന്ന്? കുറച്ച് ചെല്ലലും പാടലും ബാക്കി സമയം കിട്ടുന്ന കൈമത്തന്നെ മീമത്തും പറയല്, പിന്നെ കട്ടൻ ചായയും കുടിച്ചിട്ട് പിരിയല്. മറ്റോനെ അങ്ങനെ ആക്കിയാലും മറ്റോനെ ഇങ്ങനെ ആക്കിയാലും ഓനെ ആൾക്ക് ഓർക്കൊന്നും കിട്ടിയിട്ടില്ല, നമ്മളെ ഷെയ്ഖാ വലുത് മറ്റവരുടെ ഷെയ്ഖ് ചെറുതാന്ന്. ഇതെല്ലാം ഇപ്പോഴത്തെ തെരീക്കത്ത്. അയ്യോ, തെരീക്കത്തിൻ്റെ കാപ്ചറിങ്ങിന് അമർത്തിയാക്കിയ ഉള്ളിൽ പൊടിയൊന്നുമില്ല, വെറും ഓട മാത്രമാണ്. അതുകൊണ്ട് ഹക്കായ തെരീക്കത്ത് ഏതാണ്, അതിൻ്റെ കാതലെന്താണ്? പുറമേയുള്ള പുറംചുള്ളിലും കിട്ടുപോലും ഉള്ളിലുള്ള കാതലുണ്ടാവുമല്ലോ, അത് എന്തിൻ്റെ മുകളിലാണ് മബിനി ആക്കപ്പെട്ടത് എന്നാണ് മൂപ്പർ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. ഇവർ യമനിയായ ആളായതുകൊണ്ട് യമനിയിലുള്ള തരീഖത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്? ഫഖീഹുൽ മുഖദ്ദമാണ് ഇടയ്ക്കുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ കാലത്ത് മുആസിറാണ്. അത് ഫഖീഹുൽ സാഹിബുൽ മിർബാത്ത്. ബഗ്ദാദ് പരിസരങ്ങളിൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു രണ്ടാണ് ഒരു കാലത്താണ്. അവിടെ കിടക്കുന്നത് സാഹിബുൽ മിർബാത്ത്. രണ്ടാളൊരു കാലത്ത്. അപ്പം അവരിൽ കൂടി പോകുന്ന സനദനുസരിച്ചായിരിക്കും മൂപ്പർ വ്യാഖ്യാനിക്കുക. അതേ അവസരത്തിൽ അലിയുൽ ഹലർ എന്താണ്, മുമ്പ് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു ഇമാമുണ്ടല്ലോ, കുറച്ചും കൂടെ മുകളിൽ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ കൂടി അവിടെ എത്തുമ്പോഴാണ് ചാവക്കാട്ട് മശായിഖന്മാരുമായിട്ടുള്ള സനദ് മാറ്റം വരുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനി ഞങ്ങളെ കൂടി ഇങ്ങോട്ട് വരുന്നത്. അഹ്ലു ബൈത്തിൽപ്പെട്ടൊരു ഇമാമുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടും ഒന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാഅലവി തരീഖത്തിൻ്റെ മശായിഖന്മാരെ പറ്റി പറഞ്ഞാലും അതിൻ്റെ ഉസൂല് പറഞ്ഞാലും ചാവക്കാട്ട് ബുഖാരി സാദാത്യങ്ങളിൽ കൂടി സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളിൽ കൂടി നമ്മൾ ഇന്ത്യയിലൊട്ടാകെ പ്രചരിച്ച തരീഖത്തിലേക്ക് പോയാലും എല്ലാം എന്താണ്? ഒറ്റ ഉസൂലാണ്. ഇനി മറ്റു തരീഖത്തിലേക്ക് കടന്നാലും അതിൻ്റെയും ഉസൂൽ എന്നാണ്. അതല്ലേ മറ്റു പലതിലും ഫുറോയ്യാത്തിൽ ഒരുപാട് മദാഹിബ് ഉണ്ടാകുമ്പോൾ തരീഖത്തിൽ ഒറ്റ മദ്ഹബിലുള്ളൂ. അല്ല മബാഹിൽ ഊതിയത് തരീഖത്തിൽ ഖൗമി അൽഇഖ്തിലാഫി. നമ്മൾ അൽഖൗമിൻ്റെ തരീഖത്ത് എന്ന് ഒറ്റ അള്ളയിലുള്ളൂ. ഈ ഒറ്റ അള്ളയിലേക്ക് മനസ്സിലാക്കാൻ എന്തേ ഉള്ളൂ? ഒരേ കാനൂന് മാത്രമേ ഉള്ളൂ. അതിന് മൊട്ടാകെ കൊണ്ടുവരുന്നിടത്തേക്ക് ഒന്ന് ഇൽമ്, രണ്ട് ഇൽമനുസരിച്ചുള്ള സാലിഹായ അമല്, മൂന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ഖൗഫ്, ജീവിതത്തിൽ പറയുന്ന തഖ്വന്റെ അപ്പുറം വറാഹി. അതല്ലേ, ഇതെല്ലാത്തിലും ഇഖ്ലാസ് ഉണ്ടായും വേണം, അല്ലെങ്കിൽ സുവറും കായിമ. അപ്പം ഇത് പഠിച്ചാൽ ഓറ് മാത്രമെന്ന് വെക്കേണ്ട. എല്ലാ തരീഖത്തിൻ്റെയും ഉസൂൽ എങ്ങനെയാണ്? കട്ടൻ ചായ കുടിക്കലും പുളക്ക് പൊങ്ങി തുന്നലൊന്നും അതിൽപ്പെട്ടൊന്നുമല്ല. കുറെ കോപ്പറാട്ടുകൾ കാട്ടലും കുറെ മീൻ വിളക്കല്, എന്നിട്ട് മാരിഫത്താന്നും പറഞ്ഞിട്ട് എന്തല്ലോ ഖുറാഫാത്ത് വിടല്, അതൊന്നുമല്ല. അപ്പം ഇതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? ഏലം അയ്യുഹൽ അഖുൽ ഹബീബുൽ അദ്ന വസ്സദീഖുൽ വഫിയുൽ ലഹന റസഖനില്ലാഹു വയ്യാക തഖല്ലുക ബിഅഖ്ലാഖിഹി അസ്മാഇല്ലാഹിൽ ഹുസ്ന. അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള തഖല്ലുഖ് നമുക്കെല്ലാം തരട്ടെ എന്ന് പറഞ്ഞു. വൽ ഉസൂർ അലൽ മത്ലബിൽ അസ്ന, ഏറ്റവും ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ, അതിലേക്ക് എത്താനും. വൽ മശ്റബൽ ലഹന അന്നനി ലമ്മ വഖഫ്തു അലാ കലാമി സയ്യിദിനാ ഇമാമിൽ ആരിഫീന വഖുതുബത്തിസ് സാലിഖീൻ അൽ ഹബീബ് അഹമ്മദ് ബിൻ സൈനുൽ ഹബശി റളിയല്ലാഹു അൻഹു. ഈ ഇടക്കെന്താക്കും ഒരു 500-1000 അവലിയക്കന്മാരുടെ ചരിത്രം പഠിക്കാൻ കഴിയും. ആ പറയൽ തന്നെ നമ്മുടെ നാവിനും ജീവിതത്തിനും ബർക്കത്താണ്.
മൂപ്പറ പറയുന്നത് അൽ ഹബീബ് അഹമ്മദ് ബിൻ സൈനുൽ ഹബശി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബ് ഞാൻ നോക്കി. ആരാന്നറിയോ? അത് അൽ ഇമാമുൽ കബീർ അഹമ്മദ് ബിൻ സൈദ് ഇബ്നു അലവി അൽ ഹബശി അല്ലാമത്തുൻ മുഹഖിഖുൻ വ ഇമാമുൻ മുർശിദുൻ ആലിമുൻ ആമിലുൻ. ഇങ്ങനെയുള്ള ഒരാളാണ്. മൗലിദുഹു 1069 ജനനം. വഫാത്ത് 1144. അപ്പോൾ ഇതുപോലെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളെ ജനിച്ച കൊല്ലം മൂപ്പർ വഫാത്ത്. അപ്പം മൂപ്പർ ആരാന്നറിയോ? തതലമദ ലിശൈഖിൽ ഇമാം അബ്ദുല്ലാഹി ബിൻ ഹലബിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. നമ്മളെ മശഹൂറായ റാത്തിബത്തിന്റെ ഓരോ കുത്തുബുൽ ഖൗസും വലിയ മക്കാമെത്തിച്ചാണല്ലോ. ആ കാലത്തിലെ മുജദ്ദിദാണെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞാണല്ലോ. വഹാബികൾ കണ്ടുകൂടാന്നേ ഉള്ളൂ. നമുക്ക് കണ്ടുകൂടുന്നതാണ്. കണ്ടുകൂടാത്തള് വേണ്ട. അവരെ ശിഷ്യനാണ്. എത്ര കൊല്ലം? 40 സന, 40 കൊല്ലം അവരുടെ കൂടെ ഖാദിമായിരുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഒരുപാട് ഖസീദക്ക് ശറഹ് എഴുതിയ ആളാണ്. അതിൽ പറഞ്ഞ അഹമ്മദ് ബിനു സൈനുൽ ഹബശി റളിയല്ലാഹു അൻഹു. വലഹു ഇദ്ദത്തു മുസന്നഫാത്ത്, ധാരാളം തസ്നീഫാത്തും ഉണ്ട്. വസഫീനത്തുൻ അദീമത്തുൻ ഹബത്ത് ഫുനൂനം മിനൽ ഇൽമി, ധാരാളം ഇൽമുകൾ ഒരുമിച്ച് കൂട്ടിയ വലിയ ഒരു ഏട് തന്നെ മൂപ്പർക്കുണ്ട്. തഖഉ 20 മുജല്ലദ്, 20 മുജല്ലദ് അടങ്ങുന്നത്. അഫ്റദഹു തിൽമീദുൽ ഇമാം മുഹമ്മദ് ബിൻ സൈദ് ബിൻ സുമീത്ത്, മൂപ്പറ ശിഷ്യനാണ്. അതിനെന്താക്കി ഖുർറത്തുൽ ഐൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പറ ചരിത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് ചെറിയ ആളല്ല. അവരെ കിതാബ് നഫഅനല്ലാഹു തആല ബിഹി വബിസായിരി സലഫി അജ്മഈൻ വഇബാദില്ലാഹി സാലിഹീൻ. എന്താണ്? വഹുവ ഖൗലുഹു റളിയല്ലാഹു അൻഹു ഫീ തഅരീഫി തരീഖത്തി സാദത്തിൽ അലവിയ്യീൻ, അലവിയങ്ങളായ സാദാത്ത്. അപ്പം അതിന് എതിരായിട്ടല്ല ഖാദിരിയ ഉള്ളത്, അതിനെതിരായിട്ടല്ല റിഫായി ഉള്ളത്, അതിനെതിരായിട്ടല്ല മറ്റൊരു തരീഖത്തും ഉള്ളത്. ഹക്കായ തരീഖത്ത് എല്ലാത്തിനും അബന. പക്ഷേ സന്ദർഭോചിതമായിട്ട് എന്ത് പറഞ്ഞു? അലവി. എന്താ? തരീഖത്തു സാദാത്തി ആലി അബി അലവി ഇന്നമാ ഹിയ അൽ ഇൽമു വൽ അമലു വൽ വറഉ വൽ ഖൗഫു മിനല്ലാഹ് വൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജല്ല. 5 ഇൽമ്, അമൽ. അൽ ഇൽമ് എന്താണെന്ന് വ്യാഖ്യാനിക്കാം. അലിഫ്ലാമിന്റെ മാന വ്യാഖ്യാനിക്കും. അൽ ഇൽമ്. അൽ അമലിലുള്ള അമൽ എന്താണ്? അമല്? വളഞ്ഞോടിയിട്ട് കട്ടൻ ചായ കുടിക്കലാണോ? അല്ല പുളക്കിയങ്ങ് തന്നലാണോ? ആട് ബിരിയാണി വയ്ക്കലാണോ? അത് അമല്. അതും പറയൂ. കമാലുർ റദ്ദാദ് വേറെ, അത് കിതാബല്ല. അത് നമ്മളെ സനദിലുണ്ടോ? നമ്മുടെ അഹ്ദലിയാന്റെ സനദിൽ കമാലുർ റദ്ദാദ് അബുൽ അബ്ബാസ്, കുറേ അബുൽ അബ്ബാസ് ഉണ്ട്. ഒന്ന് അബുൽ അബ്ബാസ് അൽ മുർസി, മറ്റൊന്ന് അബുൽ അബ്ബാസ് സിബ്തി, മറ്റൊന്നാണ് അബുൽ അബ്ബാസ് അഹമ്മദ് റദ്ദാദ്. അങ്ങനെ കുറേ അബുൽ അബ്ബാസ് ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതിൽപ്പെട്ടല്ല. അപ്പൊ ഇൽമ്, അമല്, വറഅ്, ഖൗഫ്, ഇഖ്ലാസ്, ഇതല്ലേ? ഇതെന്താക്കിയെന്നറിയോ? മൂപ്പർ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞേ. നഖലഹു സയ്യിദുൽ ഇമാം ഐദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു നഖൽ ചെയ്തു. അവർ കലാം ഉദ്ധരിച്ചു. അതാരാണത്? യഖ്ദുൽ ജവാഖീത്ത് എന്ന് പറഞ്ഞ കിതാബിന്റെ മുസന്നിഫ് നമ്മുടെ ഇവിടെ ഉണ്ട്. യഖ്ദുൽ ജവാഖീത്ത് 2 മുജല്ലദ് ഉപ്പാപ്പാന്റെ തുറാസിലുണ്ടായിരുന്നു. കുറേ പേജ് പോയി. ഇത് മനസ്സിലില്ല. ആദ്യം പറഞ്ഞൊരാളില്ലേ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ മുരീദായ ആള്, അവർ പറഞ്ഞ കലാമിന് യഖ്ദുൽ ജവാഖീത്തിന്റെ മുസന്നിഫ് ഉദ്ധരിച്ച്. അതാരാണ്? അൽ ഇമാമുൽ ജലീൽ അൽ മുസ്നദുൽ ഫഖീഹ് ഐദറൂസ് ഇബ്നു ഉമർ ഐദറൂസ് അൽ ഹബശി സാഹിബുൽ ഗുർഫ. മൗലിദുഹു 1237 ജനനം. 1237. വഫാത്തുഹു 1314. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. കാന മുസ്നദ് ഹളറമൗത്ത് ഫി അശ്രിഹി, ആ കാലഘട്ടത്തിൽ ഹളറമൗത്തിലുള്ള മുസ്നദായ ആളായിരുന്നു. വഷ്തഹറ ബിഹാദൽ ഫൻ, ഈ ഫന്ന് കൊണ്ട് വളരെ മശഹൂറാണ്. വകാനത് ലഹു റിഹലാത്തുൻ അദീദത്തുൻ ഫീ തലബി ശുയൂഖ് വൽ അഖദി അൻഹും, ശൈഖന്മാരെ തേടി പിടിക്കാനും അവരുടെ വക്കൽ നിന്ന് പലതും കരസ്ഥമാക്കാനും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. വസന്നഫ കിതാബഹുൽ അദീമ യഖ്ദുൽ ജവാഖീത്തുൽ ജൗഹരിയ്യ എന്ന കിതാബ് മൂപ്പർ തസ്നീഫാണ്.
നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. വസമത്തല്ലാനി ദഹബിയ മറ്റൊന്ന് ബിദിക്രി തരീഖത്ത് സാദാത്തിൽ അലവിയ്യൻ തുബിഅ ഫീ ജുസ്ഐൻ, 2 ജുസയിലാണ് അതിന്റെ തബയുള്ളത്. അതുപോലെ ഇഖ്ദുൽ ആലി ഫി അസാനീദ് റിജാൽ എന്ന കിതാബുണ്ട്, മിൻഹത്തുൽ ഫത്താഹ് എന്നൊരു കിതാബുണ്ട്. അപ്പം ചുരുക്കത്തില് ആദ്യത്തെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ശിഷ്യനായ ഒരു നക്കൽ പറഞ്ഞൊന്നിനെ ഇഖ്ദുൽ ജവാഖിബിൽ നക്കൽ ചെയ്തു. സുമ്മക്കാല എന്നിട്ട് പറയുന്നു ഫൻദുർ ഇലാ കമാലി തഹഖീഖിഹി റളിയല്ലാഹു അൻഹു, തരീഖത്തിന്റെ വിഷയത്തിൽ അവർക്കുള്ള ആ തഹഖീഖിന്റെ കമാൽ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചപ്പടാച്ചി കാട്ടിക്കൂട്ടലല്ല. അതുപോലെ വസഹത്തി ഇത്ലാഇഹി വ മദീദി ബാഇഹി, അവർക്ക് എത്രമാത്രം അതിൽ വിജ്ഞാനത്തിന്റെ വിശാലതയുണ്ട്, അവർക്ക് എത്രമാത്രം കൈനീട്ടമുണ്ട്. ജമഅ നഅതഹുമു ശരീഫ്, തരീഖത്തിന്റെ മശായിഖന്മാരുടെ നഅത്തുകൾ എന്താക്കി, 5 കലിമാത്തിൽ ഒതുക്കിയില്ലേ, എന്തൊക്കെ? ഇൽമ്, അമല്, വറഅ്, ഖൗഫ്, ഇഖ്ലാസ്. അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ എന്താണ്? ആലിമീങ്ങളായിരുന്നു, ആമിലീങ്ങളായിരുന്നു, വറഉള്ളവരായിരുന്നു, ഖായിഫീങ്ങളായിരുന്നു, മുഖ്ലിസീങ്ങളായിരുന്നു. അതോടുകൂടി ഞാൻ അപ്പുറം പറയാൻ ബാക്കിയില്ല. വഖംസി ഹാലാത്ത്. അപ്പൊ ഇത് കണ്ടപ്പോ മുസന്നിഫ് പറയുന്നത് ഫലമ്മ വഖഫ്തു അലാ തിൽക്കൽ ഇബാറ, ആ ഇബാറത്തിന്റെ മുകളിൽ ഞാൻ എത്തിപ്പെട്ട റജഅതു ബില്ലൗമി അലാ നഫ്സിൽ അമ്മാറ, എൻ്റെ നഫ്സുൽ അമ്മാറത്തിനെ ഞാൻ വല്ലാതെ ആക്ഷേപിച്ച്. ഇതാ കാര്യമുള്ളത്. അമ്മന്തിന് മതി അവർ വെച്ച മണ്ണ്, അവർ കാലുകൊണ്ട് ചെവിച്ചുകൊണ്ട് ചവിട്ടിയ മണ്ണിന് മതിയാണ് നമ്മൾ ആലോചിച്ചു പോയി. എന്തുകൊണ്ടല്ലേ? തഖ്സീരിഹ വതഖല്ലുഫിഹ അൻ തരീഖത്തി ഹൗലാഇ സാദാത്ത്, മേൽ പറയപ്പെട്ട സാദാത്യങ്ങളുടെ തരീഖത്തും വിട്ടിട്ട് നമ്മൾ എത്രത്തോളം പിന്നാക്കമായിട്ടുണ്ട്, എന്തെല്ലാം തഖ്സീർ സംഭവിച്ചിട്ടുണ്ട്. ثم تحركت همة القاصرة ونية الفاترة في جمع ما تيسر من الأدلة والنصوص الواضحة. ഈ പറയപ്പെട്ട 5 വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള നസ്സുകൾ, ആയാത്തുകൾ, ഹദീസുകൾ, മറ്റുള്ള ഇമാമിങ്ങളെ കൗലുകൾ, ഏലമുദ്ദീൻ പോലെ 100കണക്കിന് കിതാബുകൾ എന്താക്കി വെച്ചിട്ട് അതിനോട് വ്യാഖ്യാനിച്ചു. അപ്പൊ ബുഖാരി സാദാത്യങ്ങളെ തരീഖത്ത് വ്യാഖ്യാനിച്ചാൽ ഇവിടത്തേക്ക് തന്നെ എത്താം. സനദിൽ റിജാലിന്റെ പേര് മാറ്റം ഉണ്ടാവുന്നില്ല. കൂടാതെ ഒരുപാട് ഫായിദകളും. മേൽ പറയപ്പെട്ട 5 ഹാലാത്തിൽ എന്താ പറയും? ഇൽമ്, അമല്, വറഅ്, ഖൗഫ്, ഇഖ്ലാസ്. ഫഅസാ അൻ തതഹറക ഹിമ്മത്തു താലിബീൻ, അതുകൊണ്ട് താലിബീങ്ങളുടെ ഹിമ്മത്ത് ഒന്ന് ഇളകാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇളകുന്നില്ലെങ്കിൽ ആ കൽബും ഇതാ ഈ ടേബിളിന്റെ ഹുക്മിലാണ്, ജമാഅത്തിന്റെ ഹുക്മിലാണ്. കാരണം എന്തെങ്കിലും ചില്ലറ പോരിശ പറയുമ്പോഴേക്ക് എന്താക്കി അതിന് ആളുകൂടി ഇഷ്ടം പോലെ ഓടിച്ചാടി അതാക്കി ഇതാക്കി. ഇത്രത്തോളം ആയാത്തുകളും ഇത്രത്തോളം ഹദീസുകളും നെക്കുകളും പറഞ്ഞിട്ട് നോക്കുമ്പോൾ കൽബിളന്നില്ലെങ്കിൽ പിന്നെ എന്ത് പോരിശക്കപ്പം മറ്റേന്തിലേക്ക് ചാടി എന്തുകൊണ്ട് ഇവിടെ എന്തോ പിന്നോക്കം നിന്ന് അവൻ ചിന്തിക്കേണ്ട വിഷയമല്ലേ? എന്തെങ്കിലും ഒരു 14 കൊണ്ടായിരിക്കും ഇവിടെ ഭയങ്കരമായ യോഗങ്ങളും അതും ഇതെല്ലാം വെക്കുന്നുണ്ടായിരുന്നു, കോലാഹലം തന്നെ. ഇതെല്ലാം ആക്കി എന്ത് കിട്ടുന്ന 14 ചോദിച്ചൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചേതാ ഉണ്ടാകില്ല. എത്ര നിസ്കാരം കള്ളാക്കിന്ന് വെച്ച് നോക്കിയട്ടെ. മറ്റേത് താലിബല്ലേ, സുലൂക്ക് ചെയ്ത ആളെ അസീമത്തൊന്ന് ശക്തിപ്പെടട്ടെ. തരീഖത്തിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സെന്താക്കണം? അതൊക്കെ ഹിമ്മത്തുണ്ടാണ്. അവരുടെ മാർഗം പിൻപറ്റാൻ വേണ്ടിയിട്ട് അവർ അത് പ്രേരിപ്പിക്കട്ടെ. അവരുടെ ആ ചര്യ മുറുകെ പിടിക്കാനും. വലൈസലി ഇല്ലൽ ജം, എനിക്ക് ഒരുമിച്ച് കൂട്ടാനല്ലാണ്ട് ആരും ഹിദായത്തിലാക്കാനും കഴിയൂല. അതിന് ഒരു സബബാകുക, അതിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഫലിപ്പിക്കും. റാജിയൻ ബിദാലിക നസ്അ, ഇതുകൊണ്ട് ഞാൻ ഉപകരിക്കലിനെയാണ് ആഗ്രഹിക്കുന്നത്. ലീ വലിസാഇരിൽ മുഅ്മിനീൻ ആമീൻ. ലിയകൂന ദാലിക ഇൻഷാ അല്ലാഹു തആല മിനൽ ബാഖിയാത്തിസ് സാലിഹാത്ത്, പരലോകത്തിലേക്കുള്ള ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഏർപ്പെടണം. വൽ ഹസനാത്തിൽ ജാരിയാത്തി ഫിൽ ഹയാത്തി വ ബഅദൽ മമാത്ത്, ജീവിതകാലത്തും
മരണത്തിന് ശേഷവും അതെന്താക്കണം എന്നും നിലനിൽക്കുന്ന ഒരു അമലായി മാറണം. പിന്നെ എനിക്ക് പോരായ്മയുണ്ട്, അരിസുണ്ട് എന്നെല്ലാം ഞാൻ സമ്മതിക്കുന്നതോടൊപ്പം ഒന്നിനും ഉത്സാഹമില്ല, ജഹലുണ്ട് എന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പ്രത്യേകക്കാരെയും മറ്റു മുഅ്മിനീങ്ങളെ പൊതുവെയും ഹിദായത്ത് കിട്ടിയ ആ നേതാക്കന്മാരുടെ തരീഖത്ത് നിങ്ങൾ എന്താക്കണം, മുറുകെ പിടിക്കണം എന്ന് ഞാൻ എന്താക്കുന്നു, പ്രേരിപ്പിക്കുന്നു. വലൈമത്തിൽ മുഖ്തദീൻ നഫഅന അല്ലാഹു തആല ബിഹിം ഫിദ്ദുനിയാ വദ്ദീൻ ആമീൻ. وقال سيدنا القطب الإرشاد الإمام قطب الإرشاد وغوث العباد والبلاد الحبيب عبد الله بن علوي الحداد رضي الله عنه الأربعة ആരാണത്? الإمام المجدد المصلح الكبير العارف بالله والدال عليه سيدنا شيخ الإسلام وقطب الدعوة والإرشاد عبد الله بن علوي بن محمد الحداد بعلوي الحسين التريمي رضي الله عنه. നമ്മുടെ റാത്തിബത്തിന്റെ മുസന്നിഫ്. മൗലിദുഹു ബിസ്സുബൈ ഖുർബ തരീം സനത്ത് 1044 മൂപ്പറ ജനനം. നന്ന ദൂരത്തല്ല, ഇപ്പൊ എത്ര 400. വഫാത്തുഹു 1132. അപ്പൊ അതിന് തീച്ച വയസ്സ് കിട്ടും. വഹുവ അഷ്ഹറു മിൻ അൻ യുഅറഫ, അവരെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടെന്നൊരു ആവശ്യമില്ല, അത്ര കണ്ട് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട നേതാവാണ് റളിയല്ലാഹു അൻഹു. വത്തഫഖ അഹ്ലുൽ ഇൽമി വൽ മുഅർരിഖൂന അലാ ഇത്തിബാരിഹി മുജദ്ദിദൽ ഖർനി الثاني عشر. ഇൽമിന്റെ അഹ്ലുകാരും ചരിത്രകാരന്മാരും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ് 12ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്നു എന്ന്. റുസിക ഖബൂലൻ ഇൻ ദകാഫത്തി തബഖാത്ത്, എല്ലാവരുടെ അടുക്കലും മൂപ്പർക്ക് അല്ലാഹു തആല വല്ലാത്തൊരു ഖബൂലിയത്തിനാണ് കൊടുത്തത്. വല്ലജ്നാസ് ഫീ ഹദറമൗത്ത് ഖാരിജ, ഹദറമൗത്തിലായാലും ശരി പുറത്തായാലും ശരി, ഫീ ഹയാത്തിഹി വബഅദ മമാത്തി, ജീവിതകാലത്തും മരണത്തിന് ശേഷവും. വഅംല മുഅല്ലഫാത്തിൻ നാഫിഅ, വളരെ ഉപകാരപ്രദമായ മുഅല്ലഫാത്തിനെ മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈസ് കാണാൻ അതോടൊപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ റളിയല്ലാഹു ഇപ്പൊ ഉണ്ടാകും മജ്മുഅ 12ഓളം മജ്മുഅ ഒന്നിച്ച് ഞാൻ സാലിഹ് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ട് പഠിച്ചു. 12 കിതാബ് അടങ്ങുന്ന ഒരു മജ്മുഅ ഉണ്ട്. വലഹു ദീവാനുൻ ഇഹ്തവാല മഫാഹീമി വഅഖ്ലാഖിൻ ആലിയ, ഉന്നതമായ തത്വങ്ങളും ഹിക്മത്തുകളും സ്വഭാവങ്ങളൊക്കെ അടങ്ങുന്ന വലിയ പദ്യമുണ്ട്. എന്നിട്ടോ വക്കാന യഖൂലു അൻഹു മൻ കാന ഇൻദഹു ദീവാൻ യക്ഫി, മൂപ്പറ ദീവാൻ മാത്രം ഉണ്ടായാൽ വേറെ കിതാബൊന്നും ആവശ്യമില്ല, അത്രത്തോളം പറയപ്പെട്ടതാണ്. അതേപറ്റി അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മുഹർരിദൻ അല സുലൂകി ഫീ തിൽകൽ മസാലിക്, മുൻകഴിഞ്ഞ മശായിഖുമാർ സ്വീകരിച്ച പാതയിൽ ആയിരിക്കണമെന്ന്. ഖലീലയ്യ ഹൽ മിൻ മുസ്ഇദിൻ മിൻകുമാ അലാ സുലൂകി സബീലിൻ ദാരിസിൻ വഖഫിയതി സ്വലാത്തു തസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി. എന്റെ സുഹൃത്തുക്കളെ ഖലീലേ എന്ന് വിളിച്ച്, ഹൽമിൻ മുസ്ഇദിൻ മിൻകുമാ, നിങ്ങളിൽ നിന്ന് എന്നോടൊപ്പം സഹകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു വിഷയം തയ്യാറാക്കുന്നുണ്ട്, അതിലാരെങ്കിലും സഹകരിക്കാൻ തയ്യാറുണ്ടോ? ഇതിന് അലാ സുലൂകി സബീലിൻ ദാരിസിൻ വഖഫിയത്തിൻ, തേഞ്ഞുമാഞ്ഞു പോയി ആർക്കും പരിചയമില്ലാത്ത പോയ ഒരു മാർഗമുണ്ട്, അതിലേക്കൊന്ന് സുലൂക്കാക്കാൻ. എങ്ങനത്തെ മാർഗമാണ്? തഅഖറ അന്നൽ അക്സറൂന വഅഅറദു ലിമാ അലിമു ഫീ ഖത്ഇഹാ മിൻ മശഖ്ഖതി. തഅഖറ അന്നൽ അക്സറൂന, ഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. വഅഅറദു, അവരെന്താക്കി? അതിൽ നിന്ന് മടങ്ങി വന്നു. നമുക്കാവൂല. ലിമാ അലിമു
അത് വിട്ട് കിടക്കാൻ വേണ്ടി ഓർ അറിഞ്ഞിട്ടുമ്പോൾ മഷായിഖത്ത് കുറച്ച് പ്രയാസം ഉണ്ട് എന്ന്. അമ്മ പ്രയാസം ഇല്ലാത്ത കാപ്സൂള് തിന്നുന്നത് പോലെ എന്താക്കണം, നല്ല അടിച്ചിട്ട് മഞ്ച് മുട്ടായി തിന്നും പോലെ എന്താക്കണം, ഇൽമെല്ലാം കരസ്ഥമാകണം, വേഗം സ്വർഗത്തില്. ഓ എല്ലായിടത്തും നബി വന്നിട്ട് കത്ത് കിടക്കണം എന്നിട്ടും പറയും. നമ്മളവർക്കേക്ക് വന്നിട്ടില്ല, ആ ചട്ടി വെച്ച് വന്നിട്ടില്ല എന്നാലും ഇപ്പം പറയും. 70,000 ഹിജാബ് വിട്ടാലാ തങ്ങളുമായി മുലാഖാത്ത് ഉണ്ടാകാൻ അബുൽ അബ്ബാസുൽ മുർസി. ഇവർ അര ഹിജാബ് പോലും പോയിട്ടില്ല, എന്നിട്ടാണ് വരുന്ന നമ്മളവർക്കേക്ക് വരണോ. അന്ന് മാത്രമല്ല, അത് സംഭവിച്ചെന്നും നിങ്ങളെ കാലത്തിനെ കൂടി പറയണമെന്നും അറിയില്ല. അപ്പൊ നമ്മുടെ കാലം അതിനുള്ള അല്ല. എന്താണ് അതിന്റെ പിന്നിൽ കൂടി ഓറ പിന്നാലെ ആള് കൂടണമെന്ന്. അവിടെ കുറേ ആളെ ദേഷ്യം പിടിച്ചിന്, കുറേ ആള് സലാം ചൊല്ലിയാൽ മുടക്കൂല, ചില സല്ലൂല, കൂടുതലിരിക്കും, തിരിച്ചോട്ട് അവിടെ നിന്നു. അപ്പൊ അതിലേക്ക് ആരെങ്കിലും സഹകരിക്കുമോ എന്നാണ് മൂപ്പർ ചോദ്യം. ഫഅലൈനാ മഅശറൽ ഇഖ്വാൻ, അതുകൊണ്ട് സഹോദരന്മാരെ, അന്നദ അഖ്ദാമനാ അലാ മൂദി അഖ്ദാമിഹിം, അവർ കാല് വെച്ച സ്ഥലത്ത് നമ്മളെ കാല് വെക്കണം. വനംശി അലാ മാ മശൗ അലൈഹി, അവർ നടന്ന പാതയിലേക്ക് നമുക്ക് നടക്കണം. എന്നിട്ട് ഫീ ഹിജാമിഹിം ഇഖ്ദാമിഹിം, അവർ എന്തിലേക്ക് മുന്നിട്ട് പോ ആ വിഷയത്തിലും, അവർ എന്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോ ആ വിഷയത്തിലും. കാരണം ഫഇന്ന തരീഖതഹും മബ്നിയത്തുൻ അലാ സലാസി ഖിസാൽ, അവരുടെ തരീഖ് 3 കാര്യത്തിലൂടെ എടുക്കപ്പെട്ടതാണ്. അപ്പൊ 5-നെതിരല്ല. ലുസൂമുൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബിനെ ലാസിമാക്കൽ 1, വത്തിബാഉ സുന്നത്തിന് ഇത്തിബാ ചെയ്യൽ 2, വൽഇഖ്തിദാഇ ബിസലഫിൽ ഉമ്മ, ഉമ്മത്തിൽ കഴിഞ്ഞ സലഫ്, ഇപ്പോഴത്തെ സലഫീങ്ങളല്ലേ, അതും നമ്മൾ പിടിച്ചേക്കണ്ട. സലഫുസ് സാലിഹീൻ അവരെ പിൻപറ്റുക. വദാലിക ഹുവ സിറാത്തുൽ മുസ്തഖീം, അതാണ് മുസ്തഖീമായ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞില്ലേ. ഏതെങ്കിലും പാതയല്ല, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. المشار إليه في قوله تعالى وأن هذا صراطي مستقيما فاتبعوه എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാ ഞാൻ കൊണ്ടുവന്ന എൻ്റെ സിറാത്താണ്, മുസ്തഖീമാണ്, അത് പിൻപറ്റിക്കോ. വലാ തത്തബിഉസ് സുബുൽ, പല മാർഗങ്ങളും കാണും, അതിലൊക്കെ ഒന്നും ഭയക്കണ്ട. ഫതഫറഖ ബികും അൻ സബീലിഹി, അപ്പോൾ ആ മറ്റു മാർഗങ്ങൾ എന്താക്കും, അള്ളാഹിന്റെ സബീൽ നിന്നിട്ട് നിങ്ങളെ പിന്തിരിപ്പിച്ചു കളയും. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. കിട്ടൂലേ, ബർക്കത്താം 5 മിനിറ്റ്. കാല സയ്യിദുനാ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു, അബുൽ ആലിയനെ ചരിത്രം ഇവിടെ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കാല് മുറിക്കുന്ന അവസരത്തിൽ ഖുർആൻ ഓതിയിട്ട് ആക്കിയത് അൽ ഇമാമുൽ മുഖ്തി അൽ മുഫസ്സിർ അൽ ഹാഫിൽ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു. അവരുടെ സ്വന്തം പേര് റുഫൈ ഇബ്നു മിഹ്റാൻ എന്നാണ്. ഒരു അടിമയായിരുന്നു. ഇൽമു പഠിക്കാനുള്ള താല്പര്യവും അവരുടെ ബുദ്ധിശക്തിയും കണ്ടപ്പോൾ എന്താക്കി, അത് സയ്യിദത്ത് വന്നിട്ട് പള്ളിയിൽ കൊണ്ടാക്കിയില്ലേ. എന്നിട്ട് പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇവർ എത്തിക്കാക്കിയിരിക്കുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അവരാണ് താബിഈങ്ങളിൽപ്പെട്ട അബുൽ ആലിയ. തഫ്സീറിന്റെ കിതാബിലൊക്കെ പേര് കാണാം. ഹിജ്റ 93 വഫാത്ത്. മിൻ അലാമി താബിഈൻ വ ഉലമാഇഹി. ഈ അബുൽ ആലിയ പറയുന്ന ഫീ ഖൗലിഹി തആല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ അല്ലദീന അൻഅംത അലൈഹിം ഹും ആലു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലാണ്. മുഫസ്സിർ പറഞ്ഞെടുക്കണമല്ലോ. വഖാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിഷയത്തിലേക്ക് വന്നു. ഇന്ന തരീഖത്ത സാദത്തി ബനി അലവി അഖ്വമു തുർഖി വ അദലുഹ, വളരെ സുത്യർഹമായതും ഏറ്റവും നീതിയുള്ളതും ഇഫ്രാത്ത് തഫ്രീത്തും ഇല്ലാത്തതുമായ തരീഖത്താണ്. വസീറത്തും ഹസനു സിറി വ അംസലുഹ وإنهم على طريقة المثلى والمهيئ الأفلح والمسر مشرع الأوضح والسبيل الأسلم الأفلح ولا ينبغي لخلفهم أن ينتهجوا غير المنهج الذي درج عليه أسلافهم. അപ്പോൾ അവരുടെ സലഫു സാലിഹീങ്ങൾ നീങ്ങി ആ പാതയും വിട്ട് വേറെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എല്ലാം. അവിടെ ലാഭകാജുദാദിനെ തൊട്ടല്ല ഇങ്ങനെ സിൽസില പോകുന്നത് പോലും. ولا يميلوا عن طريقهم وسيرتهم لأن طريقتهم هي التي يشهد بصحتها الكتاب العزيز والسنة الكريمة والآثار المرضية
وسير السلف الكمل تلقوا ذلك خلفا عن سلف وأبا عن جد إلى النبي صلى الله عليه وسلم. ഇതെവിടെ ഉണ്ട്? നഖലഹുൽ ഇമാമു അലി ഇബ്നു ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഈ കിതാബിൽ ഖിർതാസ്. നമ്മൾ കണ്ണാടി നോക്കിയേക്കാം. ഖിർതാസ് ആരാണ് അത്താസ്? അൽ ഹബീബ് അലി ഇബ്നു ഹസൻ അൽ അത്താസ് എന്നാണ്. സാഹിബുൽ മഷ്ഹദ്. വരിദ 1121 ജനനം. ഒത്തുവഫിയ സനദ് 1172 വഫാത്ത്. له مصنفات عديدة القرطاس شرح راتبة اللطاس مجلد كبير വലിയ മുജല്ലദ്. അങ്ങനെ വായിറ ദാലിക് പല കിതാബുണ്ട്. അഫറദഹു ഷെയ്ഖു അബ്ദുല്ലാഹി ബാസുദാൻ ബി തർജമത്തി മുവസ്സനത്തി ഫി മുജല്ലദിൻ കബീർ. വളരെ ചരിത്രം കണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതെ അതുണ്ട്. അത് ഖിർതാസിൽ നക്കൽ ചെയ്തത് ഖുലാസത്തുൽ മഅനമല്ല. وقال سيدنا الإمام الهمام طاهر بن حسين بن طاهر رضي الله عنه الإمام القدوة المجاهد العلامة. ആരാണ് ഇമാം ഖുദുവത്ത് മുജാഹിദാന്നല്ലേ? അതും പറഞ്ഞേക്കൂപ്പ. ഇപ്പൊ ഈ കാലം വല്ലാത്ത ഫസാദ് പിടിച്ച കാലാന്നൊന്നും പറഞ്ഞൂടാ. അൽ അല്ലാമ മൗലിദുഹു ബിതരീം 1184 ജനിച്ച് മസീലത്തെ മസീല ഒരു സ്ഥലത്തിന്റെ പേരാണ്. വബിഹാക്കാനത്ത് വഫാത്തു 1241 വഫാത്തായി. അപ്പൊ ഹിജ്റ 100 ശേഷം ഔലിയില്ല എന്ന് പറഞ്ഞെല്ലാം പൊളിഞ്ഞു. ചനിപ്പ് ന്യായീകരിക്കുന്നത് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വല വെച്ചതാണ്. ഒരൊറ്റ കള്ളനും അതിൽ പെട്ടിട്ടുമില്ല. അപ്പൊ കള്ളനെ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്താക്കിയാൽ മതി? കിട്ടിയവനെ കള്ളനാക്കിയാൽ മതി. കള്ളനെ കിട്ടുന്നില്ല സാറേ, കിട്ടിയവനെ കള്ളനാക്കണം. കൊണ്ടുപോയിട്ട് ജയിലിൽ മാപ്പിളച്ചക്കനാണെങ്കിൽ പ്രത്യേകിച്ച് വിട്ടേ. أخذ عن أحمد بن حسن الحداد وعلي بن الشيخ بن شهاب الدين له عدة مؤلفات. ധാരാളം തഅലീഫുണ്ട്. മുകാതബാത്തുർ റസായിൽ മിന്ന കിതാബു സായിർ അൽ മസ്ലക്കുൽ കരീം ലികുല്ലി നാസിക് മുനീബ്. അത് ഔറാദിന്റെ കിതാബ് നമ്മളെത്തുള്ളത്. പിന്നെ ശറഹ് ഹദീസ് ജിബ്രീൽ ദീവാനുൽ ഷേഖ്. അതാ മിൻ അസ്നായി വസിയ്യത്തിഹി, മൂപ്പറ വസിയ്യത്തിൽ പറയുന്നത് ഇന്ന തഖ്വാ ബി കമാലിഹാ വ തഫ്സീലിഹാ വ ഇജ്മാലിഹാ. ഈ തഖ്വ എന്നുള്ളത് ചെറിയൊരു വാക്കല്ല. ഉപയോഗിക്കുമ്പോൾ തഖ്വ 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 ഇത് പൂർണ്ണമായ അർത്ഥത്തിലും തഫ്സീലും ഇജ്മാലും പറഞ്ഞാൽ ഖദ് സബ്ബഹ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ റളിയല്ലാഹു അൻഹും വ സലഫുനസ് സാലിഹൂൻ, നമ്മുടെ സാലിഹ്യങ്ങളെ സലഫു സാലിഹ്യങ്ങളും ഫീ ഖാലബി സീറത്തിഹിം മുസ്തബിയ്യ, അവരുടെ ജീവിതത്തിൽ തന്നെ അത് അലിച്ചു ചേർത്തതാണ് തഖ്വ എന്ന സാധനം. നമ്മുടെ വാക്കിലും പ്രവർത്തനത്തിലും നോട്ടത്തിലും ഇരുത്തത്തിലും എല്ലാം തഖ്വ തഖ്വ തഖ്വ. അണ്ണാണല്ലോ അങ്ങനെ കോരിച്ചൊരു ഇൽമിന്റെ അല്ലാഹു തആല കോരിച്ചൊരിഞ്ഞുകൊടുക്കില്ലേ ഇന്ന്. തരീഖത്തിഹിൽ മർളിയ്യ ഫഹിയൽ ഉർവത്തുൽ വുസ്ഖാ, അതാണ് പൊട്ടാത്ത കയറി. ലാ യസ്തംസികു ബിഹാ ഇല്ലൽ അത്ഖാ, ഏറ്റവും തഖ്വ ചെയ്യുന്നവനല്ലാതെ അത് മുറുകെ പിടിക്കൂല. വലാ യസിഖു അൻഹാ ഇല്ലൽ അഷ്ഖാ, ഏറ്റവും പരാജയപ്പെട്ടവനല്ലാതെ അതിൽ നിന്ന് തെറ്റൂല. വഹിയ തരീഖത്തു റസൂലി വൽ ഖുലഫാഇർ റാഷിദീൻ അൽ ഫുഹൂൽ അൽ മഅ്മൂർ ബിൽ അദ്ലി അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ അതാണത്. മിൻ കുല്ലി ഖാലിബിൻ വആഖിൽ, ഏത് വിദ്യാർത്ഥിക്കും ثم إنها بالتفصيل بعيدة الأطراف. ഈ തഖ്വ തഖ്വ ഒറ്റ വാക്ക് പറഞ്ഞ 4 അക്ഷരേ പറയുള്ളൂ. പക്ഷെ അത് വിശാലമായി പറഞ്ഞാൽ ലോകത്താങ്ങനെ പരന്നു കിടക്കുന്ന വിശാലതയുണ്ടതിന്. വാസിയത്തുൽ അക്നാഫ് വബിൽ ഇശാറത്തി ഇലാ നുമൂദി മിന്നൽ ഇജ്മാൽ, ഇജ്മാലായിട്ട് മൊത്തത്തിൽ എന്താണ് തഖ്വന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ ഇന്നഹാ ഉലൂമുൻ വഅമാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? 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 തഖ്വ
കുറെ പ്രത്യേക ഇൽമുകൾ പഠിക്കാനുണ്ട്, കുറെ അമലും ചെയ്യാനുണ്ട്. തത്ഹീറുള്ളിൽ ബാൽ, മനസ്സിനൊന്ന് ശുദ്ധിയാക്കാനുണ്ട്. അതിലെന്തല്ലോ ഗേറും കച്ചറിയും കിബ്റും ഹസദും എന്തെല്ലോ ഉണ്ട് കുത്തി നിറച്ചിട്ട്. മിൻ റദായിലുൽ ജഹലാൽ വതഹലിയതുഹു ബികുല്ലി ഖുലുഖിൻ ഹമീദ്, ശുദ്ധിർഹമായ കുറെ ഖുലുഖ് അവിടെ നിറക്കാനുണ്ട്. വാഫിൻ സദീദിൻ മാ ഇൻഫാഖിൽ ഔഖാതി ഫി അൻവാഇ ത്വാആത്ത്, കിട്ടിയ സമയം മുഴുവനും ത്വാആത്തിന്റെ എന്തെങ്കിലും ഇനത്തിൽ എന്താകണം ഉപയോഗപ്പെടുത്തുകയും വേണം. സമയം വെറുതെ പോയാൽ തിരിച്ചു കിട്ടൂല. വൽ ബാഖിയാത്തു സാലിഹാത്ത് വതസ്ഹീഹിൻ നിയ്യാത്ത് വസിഹ്ഹത്ത് സുഹബത്തിൽ അഖ്യാർ, സജ്ജനങ്ങളോടുള്ള കൂട്ടുകെട്ട്, മുസാറമത്തിൽ അശ്റാർ, ശർറായ വിഭാഗത്തിനോടുള്ള ബന്ധം മുറിക്കലി, വഖമൂലിൻ മൻകിമാഷ്, പ്രത്യക്ഷപ്പെടലുണ്ടല്ലോ സ്റ്റേജിലും ആളടയിലും പ്രത്യക്ഷപ്പെടൽ. ഒരാളിപ്പോ കുറെ കോലം കെട്ടിയിട്ട് ഇങ്ങനെ വരൂ, അതാ അവൻ കേളിയിട്ട് ഒറ്റ പോക്കാം. അല്ലെങ്കിൽ എന്താക്കും, ചിലപ്പോൾ പ്രസംഗിക്കുമ്പോ സ്റ്റേജിൽ കയറി വരും. അപ്പൊ എല്ലാവരും കാണുമല്ലോ. ചില പ്രാവശ്യം പോയി കടയുന്നു, അപ്പൊ കാക്ക ഡീസന്റും പോയി ശല്യം ചെയ്യുമ്പോൾ പൊരിക്കടയുന്നു. മൂപ്പർ കയറിയത് എന്തിനാണ്, എങ്ങനെയാലും പ്രസിദ്ധി ഉണ്ടായ മതിയല്ല. അതാ ഒരഫറത്തിൻ ബസ്തിഹാഷ്, ജനങ്ങളെ കൂട്ടത്തിൽ കൂടുമ്പോൾ അതിനോടുള്ള ഒരു അവജ്ഞയും ഒരു വഹശത്തുണ്ടാകലും. അനിൽ ഗൗഗായി വല്ലൗബാസ് മഅ്തറാഫിൻ ബൈൻസാർ, ചെയ്തു പോയ കുറ്റങ്ങളെ കുറിച്ച് ഞാൻ കുറ്റം ചെയ്തു തന്നെയാണ്, ഞാൻ കുറ്റവാളിയാണ് എന്നുള്ള സ്വയം സമ്മതിക്കലുണ്ടല്ലോ. ഇൻസാഫ് ഏതാണ്? കുറ്റം സമ്മതിക്കല്. നഫ്സിന് കുറ്റം പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ തന്നെയാണ് ഹക്കുള്ളത് എന്ന് ഉറപ്പിക്കല്, അല്ലാണ്ട് അവനോട് കുതിരവരലല്ല. തെറ്റായ കാര്യങ്ങളെ തൊട്ട് വിലങ്ങി നിൽക്കുന്ന നഫ്സ് ഉണ്ടാവണം. ഹിമമുൻ അലിയ വേണം, വറഉൻ ഹാജിസ് വേണം, സുഹുദുൻ നാജിസ് വേണം, ദിഫ്സും വഖ്തിസാബു തർക്കൽ മുഅ്താദ് വഹ്തിമാം ബിൽ മആദ്. എന്നിട്ടോ ഇങ്ങനെയൊക്കെയാണ് തഖ്വാന്റെ ഉള്ളടക്കം. എല്ലാം കൂടെ വർദ്ധിപ്പിച്ചാൽ ഇവിടെ എന്താ നമ്മളെത്തുള്ളൂന്ന് പറഞ്ഞാൽ എന്നിട്ട് വന്ന് ഹാദാ ഷൈഖുൻ യസീദ് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. നസറും മിൻ കസീർ, ധാരാളം പറയാൻ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് സാമ്പിൾ മാത്രം ഒന്നിങ്ങനെ തന്നതാണ്. ദക്കർതുഹു തബറുകൻ വതശ്ബീഖൻ ലിർറാഗബി ഫി ഹാദാ തരീഖ്, ഈ തരീഖിൽ ആഗ്രഹിക്കുന്ന ആൾക്ക് തബറുക്കിന് വേണ്ടി പറഞ്ഞതാണ്. വലി അല്ലാ യദ്ദഇയ സുലൂഖഹ ഖബിയ്യൻ മിൻ ഗൈരി തഹഖീഖ്, ഒരു തഹഖീഖും ഇല്ലാതെ അത് കയറിയ ആളെ ഞാൻ ഇതെല്ലാം തേഞ്ഞ ആളാണെന്ന് പറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് സാമ്പിള്. ഫലാ അഖല്ല മിനൽ ഇൻസാഫ് വലാ അജ്മല മിനൽ ഇഹ്തിറാം, സ്വയം കുറ്റം സമ്മതിക്കുക, പോരായ്മ സമ്മതിക്കുക എന്നതിൽ കവിഞ്ഞ് അതിനെ കണക്ക് ഒരെണ്ണൊന്നും പറയാനില്ല. ഇപ്പം പമ്പിച്ച ഊതി വീർപ്പിച്ചിട്ട് പറയുന്നില്ലേ, എല്ലാം പോയി. ഇനി അവിടെ വെക്കാം ഇൻഷാ അല്ലാഹ്. മണിക്കൂറാനി കൃത്യം.